ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നലെ വന്ന ന്യൂസാണ് നമ്മുടെ കുഞ്ഞു മാലാഖ ആലിൻ ഷറിൻ്റെ മരണത്തിന് ശേഷം അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ഒരു നിയമമാണ്. കാറുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കും, ചൈൽഡ് സീറ്റ് നിർബന്ധമാക്കും, ചൈൽഡ് സീറ്റ് കർശനമാക്കും എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതെന്നോ വന്നിരുന്ന നിയമമാണ്, എന്നോ ഉണ്ടായ നിയമമാണ്. പക്ഷേ അത് പാലിക്കാൻ, അത് കർശനമാക്കും എന്നുള്ള ഒരു സന്ദർഭം, ഒരു ഘട്ടം വന്നപ്പോൾ ഈ പൊതുജനങ്ങൾ തന്നെയാണ്, നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ്, നമ്മളിൽ പലരും തന്നെയാണ് അതിനെതിരെ രംഗത്ത് വന്നത്. ചൈൽഡ് സീറ്റ് നിർബന്ധമാക്കാൻ പറ്റില്ല. അതിനുശേഷമാണ് ഗവൺമെൻറ് പിന്നോട്ട് പോയത്. ഇനിയും അതുമാത്രമല്ല, കാറുകളിൽ കുട്ടികൾ സുരക്ഷിതരായിരുന്നാൽ മതിയോ? നമ്മുടെ കുട്ടികൾ ഏതൊക്കെ വാഹനങ്ങളിലാണ്? സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുണ്ട്, ബൈക്കിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുണ്ട്, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒന്നും സുരക്ഷ ഉറപ്പാക്കണ്ടേ? അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ നന്നാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്ന്, പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പിരിച്ചെടുക്കുന്നുണ്ട്. ഓരോന്നിനും GST അത് ഇതെന്നൊക്കെ പറഞ്ഞ് പിരിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ റോഡുകൾ നന്നാകാത്തിടത്തോളം കാലം എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നിയമങ്ങൾ കർശനമാക്കിയെന്ന് പറഞ്ഞാലും, ഇവിടെ വീണ്ടും വീണ്ടും അപകടങ്ങൾ നടക്കുകയും വീണ്ടും പലരുടെയും ജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ചൈൽഡ് സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ചൈൽഡ് സീറ്റ് എന്തിനാണ് നിർബന്ധമാക്കുന്നത്. പക്ഷേ അതിനകത്തൊരു കാര്യം, ചൈൽഡ് സീറ്റും കൂടെ ഉള്ള കാറുകൾ മാനുഫാക്ചർ ചെയ്ത് ഇറക്കാൻ കാറ് കമ്പനികൾക്കുള്ള അവർക്കും കൂടെ ഒരു നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇനി ആവശ്യമില്ലാത്തവർക്ക് അതെടുത്ത് മാറ്റാം. ഇപ്പോൾ കുട്ടികളൊന്നും വീട്ടിലില്ല, പ്രായമായവർ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ കാറുകളിൽ എന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയാൽ മതി. നമ്മളിപ്പം എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരിത് ചെയ്യുന്ന സമയത്താണ് എല്ലാവർക്കും അതിനുവേണ്ടി കാശ് കളയണോ? നമുക്ക് വേറെ എന്ത് ഓൾട്രേഷൻ വേണമെങ്കിലും നമ്മൾ വണ്ടിയെ ചെയ്യും, അല്ലെ? എത്ര കാശ് മുടക്കി എന്ത് ഓൾട്രേഷൻ, ഇപ്പോൾ ആനയെ വാങ്ങാൻ, തോട്ടിയെ വാങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. കാറ് വാങ്ങാം, എത്രയോ ലക്ഷം കൊടുത്ത് കാറ് വാങ്ങുന്നതിനൊരു മടിയില്ല. പക്ഷേ ഒരു ചൈൽഡ് സീറ്റ് അതിൻ്റെ കൂടെ വെക്കാനാണ്, ഒരു ചൈൽഡ് സീറ്റ് വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു അവസ്ഥയിലേക്കാണ്. അത് ചെയ്യുന്ന മടിയാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല, അതെന്ത് മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒന്നുകിൽ കാറ് കമ്പനികൾക്ക് നിർദ്ദേശം കൊടുക്കുക, ചൈൽഡ് സീറ്റുള്ള കാറുകൾ മാനുഫാക്ചർ ചെയ്യുക. അതാകുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് അതിനോട് ചേർത്ത് പൈസ വാങ്ങണം എന്നല്ലേ ഉള്ളൂ, അതിനോട് ചേർത്ത് കാശ് വാങ്ങണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾട്ടറേഷൻ ചെയ്തു എന്നുള്ളൊരു ഫീലിങ്ങും വരില്ല, കാര്യം നടക്കുകയും ചെയ്യും. അല്ലാതെ അവനവൻ്റെ കയ്യിൽ നിന്ന് കാശ് ഇറക്കാൻ പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു കാശ് എടുക്കാൻ, അതല്ലാതെ ഞാൻ പറഞ്ഞില്ല, അല്ലാതെ എന്ത് ഓൾട്രേഷൻ വേണമെങ്കിലും നമ്മൾ ചെയ്യുകയും ചെയ്യും, അല്ലേ? പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളികളുടെ ഒരു ഇതാണ്, നമുക്ക് ആവശ്യമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല, അനാവശ്യത്തിന് നമ്മൾ എത്ര വേണമെങ്കിലും കാശ് മുടക്കും എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഈ മലയാളികൾ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി താമസിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെയൊക്കെ ചൈൽഡ് സീറ്റുകൾ, വികസിത രാജ്യങ്ങളിലെല്ലാം ചൈൽഡ് സീറ്റ് എല്ലാ കാറുകളിലും നിർബന്ധമാണ്. ഇപ്പം നമ്മുടെ ആലൻ ഷറിനെ പോലെ ഒരു കുഞ്ഞ് അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം വേറെ അമേരിക്ക പോലൊരു രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് ആലൻ ഷറിൻ മുത്തശ്ശിയുടെ മടിയിലിരുന്നാണ് യാത്ര ചെയ്തിരുന്നതെന്ന്. അച്ഛനാണ് വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ അച്ഛനെയും അമ്മുമ്മയും മുത്തശ്ശിയെയും രണ്ടുപേരെയും ഹോമിസൈഡിന് അറസ്റ്റ് ചെയ്തേനെയും. അതാണ് വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ, അമേരിക്ക പോലൊരു രാജ്യം അല്ലെങ്കിൽ വികസിത രാജ്യമായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെയുള്ള നിയമങ്ങൾ കർശനമാക്കുകയാണെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞില്ല, അതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് നിയമങ്ങൾ കർശനമാക്കി ആൾക്കാരുടെ നിന്ന് ഫൈൻ വാങ്ങിയിട്ട് മാത്രം കാര്യമില്ല, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്കതിനുള്ള ഗവൺമെൻറ്റിന് അത് ചെയ്യാനുള്ള അധികാരം ഉള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള അർഹതയുള്ളൂ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.